എന്ന് അന്ത്യനാൾ സംഭവിക്കുമെന്നുള്ള വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളിൽ നിന്ന് മറച്ചിട്ടുണ്ട്. രണ്ട് കാര്യം ആളുകളെ തൊട്ട് അള്ളാഹു മറച്ചു. ഒന്ന്, ആളുകൾ മരിക്കണ സമയവും, പിന്നെ അന്ത്യനാൾ സംഭവിക്കുന്ന സമയവും. എന്തിനാ ഈ രണ്ട് സമയം അള്ളാഹു മറച്ചത്? എപ്പം മരിക്കും എന്നുള്ളത് ആർക്കും അറിയില്ല. അതേപോലെ തന്നെ അന്ത്യനാൾ സംഭവിക്കും എന്നുള്ളത് ആർക്കും അറിയില്ല. അതെന്തുകൊണ്ടാണ്? അത് മരണത്തിൻ്റെ തീയതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആളുകൾ ആ തീയതി വരെ താന്തോന്നികളായിട്ട് ജീവിക്കും. നാളെ എനിക്ക് അപ്പോൾ ഇന്ന് നന്നായാൽ മതി, ഇന്ന് തൗബ ചെയ്താൽ മതി, അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, അടിച്ചു പൊളിക്കാം എന്നുള്ള രീതിയിലാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തിൻ്റെ സമയം ആളുകൾക്ക് മറച്ചു. അന്ത്യനാൾ എന്ന് സംഭവിക്കും എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു. അത് എന്തുകൊണ്ടാണ്? ആളുകൾ എന്നും മരണത്തെ പ്രതീക്ഷിച്ച്, എന്നും അന്ത്യനാളിനെ പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? അവരുടെ ജീവിതത്തെ സന്തുലിതമാക്കിയിട്ട് അവർ നന്മയിൽ നിലനിർത്തണം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മറച്ചത്. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, അക്കാദു ഉഖ്ഫീഹ എന്ന് പറഞ്ഞാൽ ആ അന്ത്യനാളിനെ മറക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചു. ആ അർത്ഥമാണ് കൂടുതൽ ശരിയോടെ അടുത്തത്. ചിലർ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, ഇന്ന സാത്ത് ആദ്യത്തിന് അന്ത്യനാൾ വരും. അക്കാദു എന്ന് പറഞ്ഞാൽ അന്ത്യനാളിനെ ഞാൻ വെളിപ്പെടുത്താൻ ആയി, പക്ഷേ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഉഖ്ഫീഹ, ഞാൻ അതിനെന്ത് ചെയ്യുന്നു? മറച്ചു വെക്കുന്നു. അങ്ങനെ ഇതിനർത്ഥ തഫ്സീർ പറഞ്ഞവരുണ്ട്. ഈ അറബി ഭാഷയുടെ ഓരോ പദങ്ങളുടെയും വിപുലമായ അർത്ഥം, വിശാലമായ അർത്ഥം, പല അർത്ഥം. ഇത് കാരണത്താൽ എന്ത് ചെയ്യണം? ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ അഖ്ഫ എന്നുള്ളത് കണ്ടില്ലേ, അതെന്ത് ചെയ്യും? വിപരീത അർത്ഥങ്ങളെ കൊണ്ടുവരും. അത് കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, മസലകളൊക്കെ വരും. ഇപ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, ഷഫഖിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഹനഫികളും ഷാഫിയാക്കളും തമ്മിൽ ഷഫഖിൻ്റെ വിഷയത്തിൽ ഖിലാഫ്. മഗ്രിബിൻ്റെ സമയം എപ്പോൾ അവസാനിക്കും, ഇഷൻ്റെ സമയം എപ്പോൾ തുടങ്ങും? അപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ നിസ്കരിച്ചു ലമ്മ ഖാബ ഷഫഖ് അവസാനിച്ചപ്പോൾ എന്നാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇമാമ് നിന്നിട്ട് ഇഷ നിസ്കാരത്തിൻ്റെ തുടക്ക ടൈം കാണിച്ചു കൊടുത്തത് എപ്പോഴാണ്? സല്ല ബി അൽ ഇഷ, ജിബ്രീൽ എന്നെയും കൊണ്ട് ഇഷ നിസ്കരിച്ചു ലമ്മ ഖാബ ഷഫഖ് അസ്തമിച്ചപ്പോൾ എന്നാണ്. ഷഫഖ് അസ്തമിച്ചപ്പോൾ. ഷഫഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഷഫഖ് ശോഭയാണ്. അത് ചുവപ്പുണ്ട്, വെള്ളയുണ്ട്. വെളുത്ത ശോഭയുണ്ട്, ചുവന്ന ശോഭയുണ്ട്. ചുവപ്പ് എപ്പോഴാ? അസ്തമിച്ച ഉടനെയാണ്. സൂര്യൻ അസ്തമിച്ച ഉടനെ പടിഞ്ഞാറൻ ചക്രവർത്തി പ്രത്യക്ഷപ്പെടുന്ന ശോഭയാണ് ഷഫഖുൽ അഹ്മർ. അത് കഴിഞ്ഞിട്ട് പ്രത്യക്ഷപ്പെടുന്ന ശോഭയാണ് എന്ത്? ഷഫഖുൽ അബിയദ്, വെളുത്തത്. ഷഫഖ് അസ്തമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ഇഷ നിസ്കരിച്ചു എന്നാണ്. അപ്പോൾ ഹനഫികൾ പറഞ്ഞു ഷഫഖ് അത് ഏതാണ്? വെളുത്തതാണ്. കാരണം വെളുത്തതിന് ഷഫഖ് എന്ന് പറയും. ഷാഫിയാക്കൾ പറഞ്ഞില്ല, ഷഫഖ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ചുവപ്പാണ്. കാരണം ചുവപ്പിനും ഷഫഖ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഷാഫിയാക്കൾക്ക് മഗ്രിബിൻ്റെ ടൈം എന്താണ്? ചെറുതാണ്, കുറച്ചാണ്. ഹനഫികൾക്ക് അത് കൂടുതലാണ്. കാരണം എന്താണ്? ചുവന്ന ശോഭ അവസാനിച്ച് പിന്നെ വെളുത്ത ശോഭ ഷഫഖുൽ അബിയദ് പ്രത്യക്ഷപ്പെട്ട് അത് അസ്തമിച്ചിട്ടാണ് പിന്നെ എന്താണ് ഇഷ തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ അറബി ഭാഷയുടെ ഈ പ്രത്യേകതകൾ കാരണത്താൽ തഫ്സീറുകളിലും എന്ത് ചെയ്യും? വ്യത്യസ്തമായിട്ടുള്ളതായ അഭിപ്രായങ്ങൾ വരും എന്നുള്ളതാണ്.